ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ അകത്ത് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സൈറ്റിനെ കുറിച്ച് ചെറിയൊരു ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഫണ്ട് ഏഡ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ജസ്റ്റ് ഒന്ന് കാണണം. ഓക്കെ, അതിന് ശേഷം മാത്രമേ ഇത് കണ്ടിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, സൈറ്റിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ലൈൻ കാണാൻ പറ്റും. ഏറ്റവും ടോപ്പിലായിട്ട് 3 ലൈൻ. ഓക്കെ, ആ 3 ലൈൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഡാഷ്ബോർഡ്, ഡെപ്പോസിറ്റ്, പ്രോഫിറ്റ് റിട്ടേൺ, ഇൻവെസ്റ്റ്മെൻറ്റ്, സപ്പോർട്ട്, പേ ഔട്ട്, ഇവൻറ്റ് ബുക്കിംഗ്, അക്കൗണ്ട് സെറ്റിങ്സ്, അഫിലിയേറ്റിംഗ് പ്രോഗ്രാം, KYC വെരിഫിക്കേഷൻ, ഇങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അക്കൗണ്ട് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് സെറ്റിങ്സ്, ആ അക്കൗണ്ട് സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു പേജിലേക്ക് പോകും. ഓക്കെ, പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഫോൺ നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോൺ നമ്പർ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് അഥവാ ഏതെങ്കിലും ഒരു ലക്കി ഡ്രോയിൽ നിങ്ങളാ വിന്നറെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വിളിച്ചാൽ കിട്ടുന്നൊരു നമ്പർ, കറക്റ്റ് കോൺടാക്റ്റ് നമ്പർ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കൊടുത്തൊരു പാസ്വേഡ് ഉണ്ടാവില്ലേ, അത് ഇവിടെ കൊടുത്തതിന് ശേഷം ഇവിടെ അപ്ഡേറ്റ് ഇൻഫോർമേഷൻ എന്നുള്ളൊരു സ്ഥലത്ത് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് അപ്ഡേറ്റ് ആവും. എന്നതിന് ശേഷം നിങ്ങൾ പിന്നെയും 3 ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡെപ്പോസിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ഡെപ്പോസിറ്റ്. ഓക്കെ, ഈ ഡെപ്പോസിറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഓപ്ഷനിലേക്ക് പോകും. അതായത് വാലറ്റ് ബാലൻസ് 0 എന്നിട്ട് കാണും. ഇവിടെ മേക്ക് ഡെപ്പോസിറ്റ് എന്നുള്ള മുകളിലായിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, മേക്ക് ഡെപ്പോസിറ്റ് ഞാനിവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ആ മേക്ക് ഡെപ്പോസിറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് എമൗണ്ട് ചോദിക്കും. ഇവിടെ നമ്മൾ എന്തിനാ 1000 അടിക്കുക. ഓക്കെ, നമ്മൾ മന്ത്ലി 1000 വെച്ചിട്ടില്ലേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മന്ത്ലി എന്ത് ചെയ്യുക, 1000 രൂപ വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 1000 ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പേജിലേക്ക് ലോഡാവും. ഓക്കെ, പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു പേജിലേക്ക് ലോഡാവും. അപ്പോൾ ലോഡായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളുടെ അടിച്ച പേയ്മെൻറ്റ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇൻവോയ്സ്, അതായത് എൻ്റെ പേര് ഇവിടെ കാണാൻ പറ്റും. പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും, കമ്പനീൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ പേയ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ എന്നിട്ടൊരു ചെറിയൊരു ഓപ്ഷൻ കാണുക. യു ക്യാൻ സെൻഡ് പേയ്മെൻറ്റ് ത്രൂ ഗൂഗിൾ പേ, ഫോൺ പേ ഓർ Paytm ടു ദിസ് UPI ID എന്നിട്ട് ഒരു വേർഡ്സ് കൊടുത്താണ്. അതായത് ഈ UPI IDയിലേക്ക് നിങ്ങൾക്ക് ഗൂഗിൾ പേയോ Paytm ഫോൺ പേയോ വഴി നിങ്ങൾക്ക് ഈ ഒരു UPI IDയിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ഇവിടെ ഒരു QR കോഡ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തിട്ടും പേയ്മെൻറ്റ് അയക്കുക. ഓക്കെ, പേയ്മെൻറ്റ് അയച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ പേയ്മെൻറ്റ് അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ചൂസ് ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ജസ്റ്റ് ഈ ചൂസ് ഫയൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ ചൂസ് ഫയൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ സെക്ഷനിലേക്ക് പോകും. ഇമെയിൽ സെക്ഷനിൽ പോയിട്ട് അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കമൻറ്റിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിടുക. ഓക്കെ, പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഞാനിപ്പോൾ എൻ്റെ പേര് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജിഷ്ണു. ഓക്കെ, ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ പേ നൗ എന്നിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. ഗ്രീൻ കളറിൽ പേ നൗ എന്നിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് ഇങ്ങനെ വരും, ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും UPI പേയ്മെൻറ്റ് 1000 രൂപ ഡ്രാഫ്റ്റ് കിടക്കുന്ന കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഡ്രാഫ്റ്റ് കിടക്കുന്ന കാണാൻ പറ്റും. അതൊരു 2-3 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും, നിങ്ങളെ വാലറ്റിലേക്ക് കയറും. അതായത് ഇവിടെയല്ല കയറുക. ഓക്കെ, അതിനായിട്ട് നമ്മൾ ഈ 3 ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡാഷ്ബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ടോപ്പിൽ. ഈ ഡാഷ്ബോർഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ്റെ അകത്ത് നിങ്ങൾ മന്ത്ലി അടയ്ക്കുന്ന എമൗണ്ട് ഇവിടെ വന്ന് വരും. ഓക്കെ, ഇവിടെ ആയിരിക്കും വരിക, ടോട്ടൽ ഡെപ്പോസിറ്റിലായിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന പൈസ ഇവിടെ ആയിരിക്കും കാണിക്കുക. ഓക്കെ, വേറെ എവിടെയും കാണിക്കില്ല, ഈ ടോട്ടൽ ഡെപ്പോസിറ്റിലായിരിക്കും കാണിക്കുക. ഓക്കെ,
അതുപോലെ തന്നെ റെഫർ ലിങ്കം ഈ വാലറ്റ് എന്നുള്ള ഓപ്ഷനിലായിരിക്കും കാണിക്കുക. ഓക്കെ, വാലറ്റിൽ നിന്നുള്ള ഓപ്ഷനിലായിരിക്കും റെഫർ ലിങ്കം കാണിക്കുക. ഇതിൻ്റെ അകത്ത് നിങ്ങൾ മന്ത്ലി ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ആയിരിക്കും ഇതിൻ്റെ അകത്ത് കാണിക്കുക. ഓക്കെ, ഈ 2 ഓപ്ഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് 3 ലൈനിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ടൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ KYC വെരിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ KYC വെരിഫിക്കേഷൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, പ്രൊഫൈൽ വെരിഫിക്കേഷൻ ഈസ് നോട്ട് കംപ്ലീറ്റ് എന്നിട്ട് ഇവിടെ എഴുതി കാണിക്കുന്നതാണ്. ഇവിടെ വെരിഫൈ KYC എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഫുൾ നെയിം കൊടുക്കുക, വാട്സപ്പ് നമ്പർ കൊടുക്കുക, കോൺടാക്റ്റ് നമ്പർ കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക, നോട്ട് കൊടുക്കുക. ഓക്കെ, അതായത് വാട്സപ്പ് നമ്പർ കറക്റ്റായിട്ട് കൊടുക്കണം. കാരണം നിങ്ങളുടെ കൂപ്പൺ കോഡ്, അതായത് മന്ത്ലി ലക്കി ഡ്രോയിൽ നിങ്ങൾക്കൊരു കൂപ്പൺ കോഡ് ഉണ്ടാവും. ആ കൂപ്പൺ കോഡ് വെച്ചിട്ടേക്ക് ലക്കി ഡ്രോ ചെയ്യുക. അപ്പോൾ ആ ലക്കി ഡ്രോ കൂപ്പൺ കോഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് വാട്സപ്പ് നമ്പർ കൂടെ കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ കറക്റ്റ് കോൺടാക്റ്റ് നമ്പറും അഡ്രസ്സും കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പെൻഡിങ് എന്നിട്ട് കാണിക്കാൻ പറ്റും. ഇതൊരു 3 to 4 hours കൊണ്ട് നിങ്ങൾക്ക് അവർ കംപ്ലീറ്റ് ഒന്ന് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്രൂവൽ തരും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് 1000 അടച്ചതിന് ശേഷം മാത്രമേ KYCക്ക് കൊടുക്കാവൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ID ബ്ലോക്ക് ആവും. നിങ്ങൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ KYC കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ID ബ്ലോക്ക് ആവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുക, എന്നതിന് ശേഷം KYC കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവരും പെട്ടെന്ന് പോയി KYC കംപ്ലീറ്റ് ചെയ്താൽ ഇടും. അപ്പോൾ അതിനെക്കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഫസ്റ്റ് പോയിട്ട് എന്ത് ചെയ്യുക, എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. എന്നതിന് ശേഷം മാത്രമേ KYC വെരിഫിക്കേഷൻ ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ 3 ലൈനിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അഫിലിയേറ്റിംഗ് പ്രോഗ്രാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് റെഫറൽ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെ റെഫറൽ ലിങ്ക് കാണാൻ പറ്റും. ഈ റെഫറൽ ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുക ഇതിലേക്ക്. അപ്പോൾ ഒരു റെഫറലിന് 300 രൂപ വെച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റെഫറൽ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ സൈനപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണും, ഇപ്പോൾ ഒരു 5 ആളെ റെഫറൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ഓക്കെ, ഈ കമ്മീഷൻ്റെ അകത്ത് എപ്പോൾ 0 ആയിരിക്കും കേട്ടോ. കമ്മീഷൻ എപ്പോൾ 0 ആയിരിക്കും. ഇവിടെ നിങ്ങളൊരു 10 ആളെ കൊണ്ടുവന്നാലും കമ്മീഷൻ 0 എന്നാണ് ഇവിടെ കാണിക്കുക. നിങ്ങൾ ഈ 10 ആളെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ 10 ആളെ റെഫറൽ ലിങ്ക് എന്ത് ചെയ്യും, ഈ ഡാഷ്ബോർഡിൽ വന്നിട്ട് എന്ത് ചെയ്യുക, 10 ആളെ നിങ്ങൾ ഡയറക്റ്റ് റെഫറൽ ചെയ്ത് കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൽ വന്നിട്ട് ജസ്റ്റ് ഈ വാലറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടാവും എമൗണ്ട്. ഓക്കെ, റെഫറൽ ചെയ്ത് ഒരു 8 hours 4 to 8 hours കമ്പനി പറയുന്നുണ്ട്. പക്ഷേങ്കിൽ 1 hour കൊണ്ടും ചിലപ്പം പെട്ടെന്ന് കയറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വാലറ്റിലേക്ക്. അപ്പോൾ റെഫറൽ എമൗണ്ട് ഈ എന്താ പറയുക, ഈ കമ്മീഷൻ എന്നുള്ള സ്ഥലത്ത് വരില്ല. ഇതെപ്പോൾ 0 ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കറക്റ്റ് എത്ര ആൾ റെഫറൽ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു 20 ആളെ നിങ്ങൾ ഡയറക്റ്റ് റെഫറൽ ചെയ്ത് കഴിഞ്ഞാൽ ആ 20 ആളെ റെഫറൽ ലിങ്ക് നിങ്ങൾക്ക് ഡാഷ്ബോർഡിലെ വാലറ്റ് എന്ന ഓപ്ഷനിലാണ് കാണിക്കുക. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഈ 3 ലൈന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. 3 ലൈന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേ ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പേ ഔട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പേ ഔട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ സെറ്റപ്പ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ സെറ്റപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ബാങ്ക് നെയിം, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അക്കൗണ്ട് ഹോൾഡർ നെയിം ഇത് കറക്റ്റ് കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് കറക്റ്റ് കൊടുക്കണം. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന റെഫറൽ ലിങ്ക് വിഡ്രോവൽ ചെയ്യണമെങ്കിൽ നിങ്ങളിത് കറക്റ്റ് കൊടുക്കണം. അക്കൗണ്ട് നമ്പർ മാറിപ്പോയി കഴിഞ്ഞാൽ ഫണ്ട് പോകും. അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് നോക്കി കൊടുക്കണം. ഓക്കെ,
അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ 3 ലൈൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വേറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പം അപ്കമ്മിങ് ആണ്, വന്നിട്ടില്ല. ഓക്കെ, അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ പ്രോഫിറ്റ് റിട്ടേൺ ഇതൊക്കെ ഒന്നും വന്നിട്ടില്ല. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യും, ഈ സൈറ്റിൽ തന്നെ അപ്ഡേറ്റ് ആവും. പിന്നെ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് റീവാച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.